അപ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. യെസ്, ഞാൻ പറഞ്ഞത് ഇതാണ് സയന്റിഫിക് ട്രൂത്ത്. അഞ്ചാമതായിട്ട് പറയാണ്. അഞ്ചാമതായിട്ട് പറയാണ് സയന്റിഫിക് ട്രൂത്ത്. അപ്പൊ ഈ സയന്റിഫിക് ട്രൂത്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഉദാഹരണത്തിന് 2 and 2 make 4. ഇവിടെ മേക്ക് ആണോ മേക്സ് ആണോ ഉപയോഗിക്കാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മേക്ക് ആണോ മേക്സ് ആണോ അവിടെ ഉപയോഗിക്കാം? എന്താണെങ്കിലും നിങ്ങൾ പറയണം, എന്തുകൊണ്ട് എന്ന് പറയണം. 2 and 2 രാജു എന്നൊക്കെ പറയുന്ന പോലല്ലേ 2 and 2. ആ, അതെന്താണ്? മേക്ക് ആണോ മേക്സ് ആണോ? രണ്ട് സബ്ജക്ട് വരുന്നുണ്ട്. മേക്ക്. ഇഡ്ലി ആൻഡ് സാമ്പാർ ആണെങ്കിലോ? ഇഡ്ലി ആൻഡ് സാമ്പാർ ആണെങ്കിലോ? ടേസ്റ്റ് ആണോ ടേസ്റ്റ് ആണോ ടേസ്റ്റ്? ഇവിടെ ഇഡ്ലി ആൻഡ് സാമ്പാർ ടേസ്റ്റ് ആണോ ടേസ്റ്റ് ആണോ വരാ? ഓക്കെ, ഞാൻ പറയാം 2 and 2 മേക്ക് ആണ് പറയാം. ഇവിടെ ഇഡ്ലി ആൻഡ് സാമ്പാർ ആണ് ടേസ്റ്റ് എന്നാണ്, എസ് ആണ് കേട്ടോ. കാരണം ഇത് രണ്ടിനെയും ഒന്നായിട്ടാണ് പരിഗണിക്കുന്നത്, ഇഡ്ലി ആൻഡ് സാമ്പാർ. എന്നാൽ 2 and 2 എന്ന് പറഞ്ഞാൽ രണ്ട് സബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുപോലെ ഇതിന്റെ കൂടെ വരുന്നത് ഞാൻ കോൺകോഡ് എന്നാണ് സംഭവം എടുക്കുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. അപ്പൊ ആണെങ്കിൽ ഇതിൽ പറയാം ടൈം ആൻഡ് ടൈഡ്, ടൈം ആൻഡ് ടൈഡ്. അതുപോലെ ബ്രേക്കിംഗ് ആൻഡ് എൻറ്ററിങ്, ബ്രേക്കിംഗ് ആൻഡ് എൻറ്ററിങ്. അതുപോലെ പിന്നെ കപ്പ് ആൻഡ് സോസർ, കപ്പ് ആൻഡ് സോസർ, കപ്പ് ആൻഡ് സോസർ. ഒന്നുകൂടി ഉണ്ട് ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ബട്ടർ. ഇപ്പൊ 4-5 ആയില്ലേ? 2, 4, 5. ഈ 5 എണ്ണം വരികയാണെങ്കിൽ നിങ്ങൾ സിംഗുലർ വെർബ് എഴുതിയ, സിംഗുലർ വെർബ് എഴുതണേ. ബ്രെഡ് ആൻഡ് ബട്ടർ, ഇഡ്ലി ആൻഡ് സാമ്പാർ, ടൈം ആൻഡ് ടൈഡ്, ബ്രേക്കിംഗ് ആൻഡ് എൻറ്ററിങ്, കപ്പ് ആൻഡ് സോസർ. അപ്പൊ അതൊക്കെ വരികയാണെങ്കിൽ എന്താണ്? സിംഗുലർ വെർബ് എഴുതണം. ഓക്കെ, എന്നാല് പിന്നെ 2 and 2, ഓക്കെ, 2 and 2 ഒക്കെ വരുന്ന സമയത്ത് പ്ലൂറൽ വെർബിനെ എഴുതണം. കാരണം അത് രണ്ടായിട്ടാണ് പരിഗണിക്കുന്നത്, ഒന്നായിട്ട് പരിഗണിക്കുന്നില്ല. ഓക്കെ, യെസ്. അപ്പൊ സയന്റിഫിക് ട്രൂത്ത് വരികയാണെങ്കിൽ അതിലും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. തെറ്റിദ്ധരിക്കരുത്, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാല് സിംഗുലർ ഉണ്ടാവും, പ്ലൂറൽ ഉണ്ടാവും. അതായത് പിന്നെ എന്താണ്, നമുക്ക് വെർബിന്റെ ഒന്നാമത്തെ രൂപം മാത്രം എഴുതാൻ വേണമെങ്കിൽ വെർബിന്റെ കൂടെ SO ESO ചേർത്തിട്ടും എഴുതാം. വെർബിന്റെ കൂടെ SO ESO ചേർക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് I, you, they, we അല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് വരികയാണെങ്കിലാണ് വെർബിന്റെ കൂടെ SO ESO ചേർക്കുന്നത്. അപ്പൊ സയന്റിഫിക് ട്രൂത്ത് ആണെങ്കിലും നമ്മൾ എന്ത് ഉപയോഗിക്കാം? സിംഗുലർ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ആറാമതായിട്ട് അറിയോ വേറെ എന്തെങ്കിലും അവസരത്തിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ടോ? ഇതാണ് നിയറസ്റ്റ് ഫ്യൂച്ചർ. നിയറസ്റ്റ് ഫ്യൂച്ചർ ഉപയോഗിക്കാം. നിയറസ്റ്റ് ഫ്യൂച്ചർ അതായത് ഓൾറെഡി അറേഞ്ച്ഡ് ആയിരിക്കും. ഉദാഹരണത്തിന് മൈ അങ്കിൾ ഓപ്പൺസ് എ ന്യൂ ഷോപ്പ് നെക്സ്റ്റ് മന്ത്. അപ്പൊ ഓൾറെഡി അറേഞ്ച് ആണ്. അപ്പം ഷോപ്പൊക്കെ റെഡിയാണ്, ഷോപ്പിന്റെ എല്ലാ വർക്കുകളും റെഡിയാണ്. ഇനി അത് തുറന്നാൽ മതി.
അടുത്ത മാസം എൻ്റെ അങ്കിള് പുതിയ ഷോപ്പ് തുറക്കുന്നു. അപ്പൊ അവിടെ ആ സമയത്ത് നമ്മൾ മൈ അങ്കിൾ എന്നുള്ള സബ്ജക്റ്റ് ആയി ഓപ്പൺസ് എന്നുള്ള വെർബിന്റെ കൂടെ എസ് ചേർക്കും. ഓക്കെ, വെർബിന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. വെർബിന്റെ ഒന്നാമത്തെ രൂപം മാത്രമാണെങ്കിലും അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷെ നെക്സ്റ്റ് മന്ത് എന്നുള്ളത് ഭാവിയാണ്. അപ്പൊ ഭാവിയെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. നിയറസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയാം, ഓൾറെഡി അറേഞ്ച്ഡ് ഫ്യൂച്ചർ എന്നൊക്കെ പറയാം. ഓക്കെ, പിന്നെ അടുത്തത് ഏഴാമതായിട്ട് ഞാൻ പറയാനുള്ളത് ഹിയർ, ദേർ എന്നീ വാക്കുകളിൽ ആരംഭിക്കുന്ന സെന്റൻസുകളും സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കേണ്ടത്. ഹിയർ, ദേർ എന്നീ വാക്കുകളിൽ ആരംഭിക്കുന്ന സെന്റൻസുകളും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നോക്കൂ, ഒരാള്, ഇതൊക്കെ റെക്കോർഡഡ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മാറ്റി പോകുന്നുണ്ടേ. ഒരാള് ഇങ്ങനെ ട്രെയിനിന് കാത്തിക്കും, ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാള് അടുത്തേക്ക് വന്നപ്പോൾ അയാളോട് ചോദിച്ചു, ഇപ്പൊ ട്രെയിൻ ഉണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, ട്രെയിൻ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പൊ ഇയാൾ ഒരു ആശ്ചര്യം ഉണ്ടാവും, ഹിയർ കംസ് എ ട്രെയിൻ, അതാ വരുന്ന ട്രെയിൻ അല്ലെ, ഹിയർ കംസ് എ ട്രെയിൻ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്താ, സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഹിയർ കംസ് ദ ട്രെയിൻ. മറ്റൊരു ഉദാഹരണത്തിന്, പണ്ടുള്ള ഇന്ത്യൻ ടീം അല്ലെ, വെങ്കിടേഷ് പ്രസാദിന്റെ ഒക്കെ ഒരു ഇന്ത്യൻ ടീം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ബോള് പെട്ടെന്ന് എതിർ ടീം ബോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പൊ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ കാണിക്കും അല്ലെ, ഇങ്ങനെ കാണിക്കും, മറ്റാളോട് പിടിക്കാൻ വേണ്ടിയിട്ട് പറയണത്. അപ്പോ അയാൾ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടോ, there goes the ball, there goes the ball അല്ലെ, അതാ പോണ ബോൾ അല്ലെ. ആ രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഹിയർ, there goes the ball, there goes the ball. അപ്പൊ ഹിയർ, there എന്നിവ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസുകളിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതും വളരെ വ്യക്തമായിട്ട് നമുക്ക് ആലോചിക്കുക. 7 കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറയും. ഈ അവസരങ്ങളിലൊക്കെ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ ടൈം വേർഡ്സും കൂടി പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ 7 കാര്യങ്ങൾ നമുക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചത്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഡെയിലി ആക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞത് പിന്നെ നമ്മള് നാച്ചുറൽ ട്രൂത്ത് പറയുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും അല്ലെ. പിന്നെ പ്രോവർബുകളിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. പിന്നെ നിയറസ്റ്റ് ഫ്യൂച്ചർ അല്ലെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ്, കമന്ററി, ഇതൊക്കെ ന്യൂസ് പേപ്പർ, ഇതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഹിയർ, ദേർ ഇവ വെച്ചിട്ട് തുടങ്ങുന്ന സെന്റൻസുകളിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു അല്ലെ. പിന്നെ എവിടെ ഉപയോഗിക്കാം, ഏതെങ്കിലും വിട്ടു വേണോ? സയന്റിഫിക് ട്രൂത്ത്. സയന്റിഫിക് ട്രൂത്തിലും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വരണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു സെന്റൻസ് തന്നാൽ ഇതിൽ സിമ്പിൾ പ്രസന്റ് തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലാണിത് വരിക കേട്ടോ. പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുക. ഇപ്പോ ഉദാഹരണത്തിന് ഓക്കെ, യൂഷ്വലി, ഓൾവേസ്, ഡെയിലി, ആനുവലി, മന്ത്ലി ഉള്ള വാക്കുകളൊക്കെ. പിന്നെ റെഗുലർലി, ഓക്കെ, സെൽഡം, പിന്നെ എവ്രി വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ എവ്രി ഡേ, എവ്രി
month, every year. Okay, അപ്പൊ every വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ. ഓക്കെ, പിന്നെ അപ്പൊ ഇത്തരം വാക്കുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? അത് സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. പിന്നെ നെവർ, എവർ അങ്ങനെയുള്ള വാക്കുകൾ അല്ലേ? ആരെന്താ പറഞ്ഞോ? ഏതാ? ഫ്രീക്വന്റ്ലി. ഫ്രീക്വന്റ്ലി. വേറൊരു സാധനം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഈ എൽബൈ കാണുന്ന സമയത്ത് മുഴുവനായിട്ട് നമുക്ക് സിമ്പിൾ പ്രസന്റിലേക്ക് കൊടുക്കാൻ പറ്റില്ല. 2 എൽബൈ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാം. ആ 2 എൽബൈ ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാം? 2 എൽബൈ വരുന്നത്, അതായത് വാക്കിന്റെ അവസാനം എൽബൈ വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഏതൊക്കെ വാക്കുകളാന്ന് നിങ്ങൾക്ക് അറിയാം? റീസെന്റ്ലി അത് നമുക്ക് സിമ്പിൾ പ്രസന്റിലേക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ ലേറ്റ്ലി, അത് രണ്ടും നമുക്ക് സിമ്പിൾ പ്രസന്റിലേക്ക് കൊടുക്കാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ എൽവൈയിൽ അവസാനിക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് സിമ്പിൾ പ്രസന്റിലേക്ക് കൊടുക്കാം. പക്ഷെ ഈ സാധനം കൊടുക്കാൻ പാടില്ല. അത് റീസെന്റ്ലി ആൻഡ് ലേറ്റ്ലി. അപ്പൊ അത് വേറിട്ട് നമ്മൾ അത് കണ്ടാൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്തരം വാക്കുകൾ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ പക്ഷെ ഇവിടെ ഈ സാധനം നോട്ട് ചെയ്യണേ. നെവർ ആൻഡ് എവർ, അതുപോലെ ഓൾവേസ്, ഈ 3 വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. അത് നമ്മൾ സിമ്പിൾ പ്രസന്റിലും ഉപയോഗിക്കുന്നുണ്ട്, പ്രസന്റ് പെർഫെക്റ്റിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നോട്ട് ചെയ്യണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഗ്രാമർ അറിയാം, ടെൻസ് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ തെറ്റും. അപ്പൊ തെറ്റാതിരിക്കാൻ വേണ്ടി പറയാണ് ഈ ഓൾവേസ്, നെവർ, എവർ ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. കാരണം ഈ സാധനങ്ങൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് സിമ്പിൾ പ്രസന്റിലും ഉപയോഗിക്കുന്നു, പ്രസന്റ് പെർഫെക്റ്റിലും ഉപയോഗിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞത് ക്ലിയർ അല്ലേ? ഹലോ, Yes, sir. Clear. ഓക്കെ. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. ഈസ്, ആർ, ആം എന്നീ ഓക്സിലറി വെർബാണ് ഇതിന്റെ കൂടെ ഉള്ളത്. അതിന്റെ കൂടെ വെർബിന്റെ ing രൂപമാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിന്റെ ഉപയോഗങ്ങളിലേക്ക് വേഗം കിടക്കാണ്. നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വെറും ഈസ്, ആറ്, ആം എന്നുള്ളത് ഒരു സെന്റൻസിൽ കണ്ടാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആവൂല. അതിന് കൂടെ വെർബിന്റെ ing രൂപം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രസന്റ് കണ്ടിന്യൂസ് ആവുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുന്ന ഒരു സെന്റൻസ്, ഐ ആം ഹാപ്പി, ഇത് ഏത് ടെൻസ് ആണെന്ന് ചോദിച്ചാൽ ഏതാ പറയാ? ഐ ആം ഹാപ്പി. Is it a simple present tense? Yes, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കേ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അത് എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ആയത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയാ? ഇത് എന്തുകൊണ്ടാണ്? Because it's a fact. ഫാക്ട് ആണ്. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആം എന്നുള്ളത് പ്രസന്റ് ആണ്. അത് പ്രസന്റ് കണ്ടിന്യൂസും ആവാലോ. ഇവിടെ ഈസ്, ആർ, ആം എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസും ആണല്ലോ. എന്തുകൊണ്ടാണ് ഇതില് ing എന്നത് മാത്രമാണോ അതില് സിമ്പിൾ പ്രസന്റ് ആവുന്നത്? ഓക്കെ, നോക്കാം. ഈസ്,
നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. ആ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ പറ്റിയ സാധനങ്ങളാണിത്. ഈസ്, ആർ, ആം, വാസ്, വേർ, വിൽ ബി ഓർ ഷാൽ ബി. ഈ സാധനങ്ങളൊക്കെ എന്തിന്റെ രൂപങ്ങളാണെന്ന് അറിയും? ബിയുടെ രൂപങ്ങളാണ്. ബിയുടെ രൂപങ്ങളാണ് ഇവയെല്ലാം. അപ്പൊ അതിൽ പ്രസന്റ് എന്താണ്? പ്രസന്റിന്റെ രൂപമാണ് എന്ത്? ഈസ്, ആർ, ആം. ഇത് പ്രസന്റ് ആണ്. വാസ്, വേർ എന്നുള്ളത് പാസ്റ്റ് ആണ്. വിൽ ബി, ഷാൽ ബി എന്നുള്ളത് ഫ്യൂച്ചർ ആണ്. അപ്പൊ ഇതൊരു ബിയുടെ രൂപമാണ്. ബിയുടെ രൂപത്തിലുള്ള ഫസ്റ്റ് ഫോമാണ് ഈസ്, ആർ, ആം. അതിന് വേറെ ഫോമുകളില്ല. ബിയുടെ രൂപങ്ങള് ഒറ്റ രൂപം ഉണ്ടാവുള്ളൂ. അതെന്താണ്? പിന്നെ പ്രസന്റില് ഈസ്, ആർ, ആം. ഇതിന് വാസ്, വേർ, അതിനൊന്നും നമുക്ക് V2 V3 ആക്കി മാറ്റാൻ പറ്റൂല. അതിന് ഒറ്റ രൂപേ ഉണ്ടാവുള്ളൂ. ഈ വാസിന് V2 ഇല്ല, V3 ഇല്ല, അതുപോലെ വേറിനും ഇല്ല, വിൽ ബി, ഷാൽ ബി. ഇതിനൊന്നും എന്താണ് V2 V3 ഉണ്ടാവില്ല. ബിയുടെ രൂപങ്ങൾക്ക് ഒറ്റ രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് സിമ്പിൾ പ്രസന്റിലുള്ള രൂപമാണ് ഈസ്, ആർ, ആം. ഓക്കെ. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഇത് ബിയുടെ രൂപമാണ്, അത് സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത്. ഈ ബിയുടെ രൂപങ്ങളുടെ കൂടെ വെർബിന്റെ ING രൂപം വരുമ്പോഴാണ് അതെന്താവുന്നത്? അത് കണ്ടിന്യൂസ് ടെൻസ് ആവുന്നത്. ഓക്കെ. പ്രസന്റിലുള്ള ബിയുടെ രൂപം നമുക്കറിയാം. പ്രസന്റിലുള്ള ബിയുടെ രൂപങ്ങള് ഈസ്, ആർ, ആം അല്ലേ? ഇതിന്റെ കൂടെ വെർബിന്റെ ING രൂപം വരുമ്പോ എന്താവും? അത് പ്രസന്റ് കണ്ടിന്യൂസ് ആവുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ആവുന്നു. ഇനി പാസ്റ്റിലുള്ള രൂപം നോക്കാം. വാസ്, വേർ പ്ലസ് വെർബിന്റെ ING രൂപം വരുമ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്നു അല്ലെ? പാസ്റ്റ് കണ്ടിന്യൂസ്. എന്നാൽ ഫ്യൂച്ചർ വിൽ ഓർ ഷാൽ ബി, അതിന്റെ കൂടെ വെർബിന്റെ ING രൂപം വരുമ്പോ എന്താവുന്നു? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പൊ ഈ ബിയുടെ രൂപങ്ങളുടെ കൂടെ വെർബിന്റെ ING രൂപം വരുന്ന സമയത്താണ് എന്താവുക? അത് കണ്ടിന്യൂസ് ടെൻസ് ആവുന്നത്. ഓക്കെ. യെസ്. അപ്പൊ നമ്മള് ബിയുടെ രൂപങ്ങളുടെ കൂടെ എന്ത് ചെയ്തു? വെർബിന്റെ ING രൂപം ചേർത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കി. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്ന മൂന്ന് ഉപയോഗങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. അത് പഠിച്ചാൽ ഈ പ്രസന്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. എന്താണ് മൂന്ന് ഉപയോഗങ്ങള്? ഒന്ന്, നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ? മൂന്നല്ല, രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളൂ. ഒന്ന് ഇപ്പോ എന്താണ്? വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ. അവിടെ ആം ഉപയോഗിച്ചു, വെർബിന്റെ ING രൂപം ഉപയോഗിച്ചു. അപ്പൊ എന്താണ്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. രണ്ടാമത്തത് നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞതുപോലെ പ്രസന്റ് കണ്ടിന്യൂസിലും ഉപയോഗിക്കാം. ഏതാണ്? മുൻകൂട്ടി നിശ്ചയിച്ച ഭാവി കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഓക്കെ, അല്ലെങ്കിൽ previously arranged future. Previously arranged future. Previously arranged future ഉപയോഗിക്കാനും ഫ്യൂച്ചറിനെ കാണിക്കാനും നമുക്ക് പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നോക്കണേ. ഉദാഹരണത്തിന് we are writing an exam next month. മറ്റൊരു ഉദാഹരണം പറയാണ്. my father is coming from Dubai
is coming from Dubai tomorrow. എന്താണ് ഇവിടെ ടുമോറോ അതുപോലെ നെക്സ്റ്റ് മന്ത് എന്നുള്ളതൊക്കെ ഭാവിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ടെൻസ് അതായത് കാലം എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലും എന്താണ് ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രീവിയസ്ലി അറേഞ്ച്ഡ് ഫ്യൂച്ചറിനെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, യെസ്. രണ്ട് കാര്യങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോ സർ ആദ്യം പറഞ്ഞത് നമ്മൾ ഇപ്പോ അറ്റ് ദ മൊമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. വാട്ട് ആർ യു ഡൂയിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അതേപോലെ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബട്ട് വി ആർ ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്. നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഐ ആം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് നൗ. ഐ ലെൻഡ് ഇറ്റ് യു വെൻ ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷ് ചെയ്താൽ നിങ്ങൾക്ക് തരാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്? അവിടെ ഉപയോഗിക്കുന്നത് ശരിക്കും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോറി സർ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണ് നല്ലത്. കാരണം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ മുന്നേ തുടങ്ങിയത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഐ ഹാവ് ബീൻ റീഡിങ് എ നോവൽ നൗ, അല്ലെങ്കിൽ നൗ കൊടുക്കണ്ട, നൗ കൊടുത്താൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് കൊടുക്കേണ്ടി വരും. ഹാവ് ബീൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ ആ ഡ്യൂറേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ എന്ന് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് അങ്ങനെയല്ലേ? അപ്പൊ അത് രണ്ടും ഇല്ലാതെ നമ്മൾക്ക് അല്ലെങ്കിൽ ഫോർ യൂസ് ചെയ്യണം, പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണമല്ലോ. അപ്പോ അതല്ലാതെ ഇങ്ങനെ ഒരു യൂസ് ഉണ്ട് എന്ന് റെയ്മണ്ട് മർഫിന്റെ ആൻ ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ളൊരു പുസ്തകത്തിൽ കണ്ടു. അപ്പൊ അതുകൊണ്ട് സാറിനോട് ചോദിച്ചത്. അത് പിന്നെ മറ്റൊന്നുണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, സോറി സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ലാത്ത, ഇപ്പൊ ഒരു കാലയളവില് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാലോ. ഉദാഹരണത്തിന്, ഇന്ത്യ ശ്രീലങ്കയിലേക്ക് വലിയുള്ളി കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ പറയുന്ന സമയത്ത് അത് ചെയ്തോളന്നില്ല. നമ്മളിപ്പോ ഇന്ത്യ ശ്രീലങ്കയിലേക്ക് പിന്നെ വലിയുള്ളി കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്തോളന്നില്ല. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഇന്ത്യ എക്സ്പോർട്സ് ഒനിയൻ ടു ശ്രീലങ്ക. അപ്പൊ ഇന്ത്യ എക്സ്പോർട്സ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഈസ് എക്സ്പോർട്ടിങ് എന്ന് അവിടെ ഉപയോഗിക്കാറില്ല. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളിപ്പോ ചോദിച്ച കാര്യം നമുക്കൊന്ന് ഒന്നുകൂടി നോക്കിയിട്ട് പറയാം, അതാ നന്നാവും. ഓക്കെ, അത് ഏതാ മർഫിന്റെ ബുക്കിലാണോ കണ്ടത്? റെയ്മണ്ട് മർഫിന്റെ? അതെ സർ. ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടി അത് നോക്കിയിട്ട് പറയാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കാരണം പല പുസ്തകങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ വായിച്ചതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ നിങ്ങളിപ്പോ ഈ ഒരു പറഞ്ഞ സെന്റൻസിൽ അത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് അങ്ങനെ ഷൂട്ട് ആവും ചെയ്യുന്നില്ല. നിങ്ങൾ പറഞ്ഞ സെന്റൻസ് ഇതല്ലേ, ഐ ആം റീഡിങ് എ ബുക്ക് നൗ ആൻഡ് ഐ വിൽ ഗിവ് യു ആഫ്റ്റർ സം ടൈം, അല്ലേ? ആഫ്റ്റർ റീഡിങ്. ഓക്കെ, അത് നമുക്ക് നോക്കാം, നോക്കിയിട്ട് പറയാം കേട്ടോ, അല്ലെങ്കിൽ അത് തെറ്റ് പറയാൻ പാടില്ല. ഓക്കെ സർ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ സാധാരണയായിട്ട് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നൗ എന്നുള്ള വാക്കില്ലേ, നൗ, ജസ്റ്റ് നൗ എന്നുള്ള വാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നൗ വേണ്ട. നൗ, at this time, at this time, at this moment, at this moment. Okay, today, today, right now, right now. എന്നീ ഇതൊക്കെ ടൈം വേർഡ്സ് ആണ്. ഇതിന്റെ
ഈ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈം വേർഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിരിക്കണം. അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നൗ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അറ്റ് ദിസ് ടൈം, അറ്റ് ദിസ് മൊമെന്റ്, ടുഡേ, റൈറ്റ് നൗ, ഈ വാക്കുകളൊക്കെ ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ സെന്റൻസിൽ ഈ ഒരു വാക്കുണ്ടോ നൗ എന്നുള്ളത്? അവിടെ അറ്റ് ദ മൊമെന്റ് എന്ന് വരും. അറ്റ് ദ മൊമെന്റ്. അപ്പൊ അറ്റ് ദ മൊമെന്റ് വരികയാണെങ്കിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. പക്ഷെ ആ അറ്റ് ദ മൊമെന്റ് അവിടെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കയ്യിൽ ആ പുസ്തകം വേണം. മനസ്സിലായോ? അപ്പൊ അതിനുള്ള ആൻസർ ആയി അവിടെ. അറ്റ് ദ മൊമെന്റ് എന്നുള്ള അവിടെ ഉപയോഗിക്കണമെങ്കിൽ അറ്റ് ദ മൊമെന്റ്, അറ്റ് ദിസ് ടൈം, നൗ, ടുഡേ, റൈറ്റ് നൗ എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്താണ്, അതായത് ആ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ സാധാരണയായിട്ട് പിന്നെ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? മുൻകൂട്ടി തീരുമാനിച്ച ഭാവി കാര്യങ്ങളെ പറയാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും പെട്ടെന്ന് മാറിപ്പോകുന്നതും ആയിട്ടുള്ള സംഭവമാണ് അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഓക്കെ, ആദ്യം അതിന്റെ ഓക്സിലറി വെർബ് പറയാം. ഹാവ് ഓർ ഹാസ്. വെർബിന്റെ മൂന്നാമത്തെ രൂപം, അതായത് V3 ആണ് ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. V3 മാത്രമാണ് പെർഫെക്റ്റിന്റെ, ഏത് പെർഫെക്റ്റ് ആണെങ്കിലും V3 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലും V3 മാത്രമേ നമ്മൾ അതിൽ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഹാവ് ഓർ ഹാസ് പ്ലസ് V3. ഇനി മറ്റൊരു കാര്യം പറയാൻ, ഞാൻ നേരത്തെ ഈസ് ആർ ആം പറഞ്ഞതുപോലെ വെറും ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉണ്ട് എന്ന് കരുതിയിട്ട് അത് പ്രസന്റ് പെർഫെക്റ്റ് ആവുന്നില്ല. അതിന്റെ കൂടെ V3 ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? പ്രസന്റ് പെർഫെക്റ്റ് ആവുള്ളൂ. ഐ ഹാവ് എ പെൻ. ഐ ഹാവ് എ പെൻ എന്ന് പറയുമ്പോ ഇത് ഏത് ടെൻസ് ആണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഐ ഹാവ് എ പെൻ. ഇത് ഏതാ ടെൻസ്? ആർക്കാ പറയാൻ പറ്റുക? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കാരണം ഈ ഹാവ് എന്നുള്ളത് മെയിൻ വെർബാണ്. ഈ മെയിൻ വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് ഹാവ്. ഞാൻ പറഞ്ഞു വെർബിന്റെ ഒന്നാമത്തെ രൂപമാണെങ്കിൽ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി ഹാസ് ആണെങ്കിലും നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണ്, V1 തന്നെയാണ്. ഹാവ് ആണെങ്കിലും ഹാസ് ആണെങ്കിലും V1 ആണ്. അതിന്റെ V2 എന്നുള്ളത് മെയിൻ വെർബായിട്ട് വരുമ്പോൾ അതിന്റെ V2 എന്താണ്? ഹാഡ് ആണ്. V3യും ഹാഡ് തന്നെയാണ്. V3യും ഹാഡ് തന്നെയാണ്. ഓക്കെ, അപ്പം V1 ഹാവ് ഓർ ഹാസ് ആണ്, V2 ഹാഡ് ആണ്, V3യും ഹാഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ടെൻസേ ആവുന്നുള്ളൂ. എന്നാൽ അതിന്റെ കൂടെ V3 ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആവൂ. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉപയോഗം എന്താണ്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്താണ്, ഏത് സാഹചര്യത്തിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക? ആർക്കും പറയാം, ഒന്ന് പറഞ്ഞു നോക്കൂ. Talk about a completed action without mentioning time. ടൈം പറയാത്ത, ഒന്നാമത്തത് ടൈം മെൻഷൻ ചെയ്യാത്ത, വിതൗട്ട് ടൈം മെൻഷനിങ് അല്ലെ? വിതൗട്ട് ടൈം മെൻഷനിങ്, വിതൗട്ട് മെൻഷനിങ് ടൈം. ഒരു സമയത്തെ സൂചിപ്പിക്കാത്ത, സമയം പറയാത്ത ഒരു ആക്ഷനെ നമുക്ക് എന്ത് പറയാം? പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയാം. ഇനി അടുത്തതും ഇതുപോലെ കട്ടാവുകയാണെങ്കിൽ ഒന്നും കൂടി കയറേണ്ടി വരെ കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഇന്നും നാളെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ശരിയാക്കാം കേട്ടോ. ഈ ഇടയ്ക്കുള്ള ഒരു ഇന്ററപ്ഷൻ ശരിയാക്കാം. യെസ്, പിന്നെ സമയം സൂചിപ്പിക്കാത്ത സെന്റൻസുകളിൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക.
ഉദാഹരണത്തിന് I have done my assignments. I have done my assignments. ഇവിടെ have എന്നുള്ള ഓക്സിലറി വെർബ് ഉണ്ട്, done എന്നുള്ളത് V3 ആണ്. ഓക്കെ, അപ്പൊ അവിടെ എപ്പോ എന്ത് എങ്ങനെ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സമയം സൂചിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇത്തരം സമയം സൂചിപ്പിക്കാത്ത സെന്റൻസുകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. I watched that. I have watched that movie. That movie several times. Several times. I have watched that movie several times. അപ്പൊ അവിടെ have auxiliary verb watched എന്നുള്ളത് V3 ആണ്. പിന്നെ ഇവിടെ several times എന്നുള്ളത് എന്തിന്റെ auxiliary എന്തിന്റെ ടൈം വേർഡ് ആണ്? പ്രസന്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ്. അപ്പൊ അത് മറ്റൊരു ഉദാഹരണമാണ്. ഭൂതകാലത്ത് ഒരുപാട് പ്രാവശ്യം, അതായത് പാസ്റ്റിൽ ഒരുപാട് പ്രാവശ്യം ചെയ്ത കാര്യങ്ങളെ സൂചിപ്പിക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. പാസ്റ്റിൽ ഒരുപാട് പ്രാവശ്യം ചെയ്ത കാര്യം. ഇപ്പൊ നോക്കൂ, ഐ ഹാവ് വാച്ച്ഡ് ദാറ്റ് മൂവി സെവറൽ ടൈംസ്. ഒരുപാട് പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അവിടെ ഐ വാച്ച്ഡ് ദാറ്റ് മൂവി സെവറൽ ടൈംസ് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, എന്ത് ചെയ്യണം? ഐ ഹാവ് വാച്ച്ഡ്, അതായത് പ്രസന്റ് പെർഫെക്റ്റ് തന്നെ പറയണം. ഓക്കെ, സെവറൽ ടൈംസ് എന്നുള്ളത് അത് എന്തിന്റെ ടൈം വേർഡ് ആണ്? പ്രസന്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സമയം സൂചിപ്പിക്കാത്ത സെന്റൻസുകളിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തത്, നമ്മള് പാസ്റ്റില് ഒരുപാട് പ്രാവശ്യം ചെയ്ത കാര്യങ്ങളെ സൂചിപ്പിക്കാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒറ്റ ഉപയോഗം കൂടി മാത്രം. മൂന്നാമത്തെ ഉപയോഗം, an action completed just before. An action completed just before, തൊട്ട് മുമ്പ് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. തൊട്ട് മുമ്പ് കഴിഞ്ഞ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ. ഉദാഹരണത്തിന്, I have completed my notes just now. Just now. അവിടെ ജസ്റ്റ് നൗ, വെറും നൗ ആണെങ്കിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. ഇവിടെ ജസ്റ്റ് നൗ എന്നാണ്, ജസ്റ്റ് നൗ. അപ്പൊ അവിടെ ജസ്റ്റ് നൗ എന്നുള്ളതിന്റെ ഉണ്ടെങ്കിൽ എന്താണ്? അത് എന്തിന്റെ ടൈം വേർഡ് ആണ്? പ്രസന്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. അത് നല്ലോണം ശ്രദ്ധിക്കണേ. ജസ്റ്റ് നൗ എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, വെറും നൗ ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ജസ്റ്റ് എന്ന് കണ്ടാൽ തന്നെ പ്രസന്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഒന്ന് എന്താണ്? ഒന്ന് പറഞ്ഞത് ജസ്റ്റ് മുമ്പ് കഴിഞ്ഞ ഇപ്പൊ തൊട്ട് മുമ്പ് കഴിഞ്ഞ പ്രവൃത്തിയെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. രണ്ടാമത് ടൈം സൂചിപ്പിക്കാത്ത, സമയം സൂചിപ്പിക്കാത്ത ടെൻസ് പിന്നെ സെന്റൻസുകളിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് എന്താ പറഞ്ഞത് നമ്മള്? മൂന്നാമതായിട്ട് പാസ്റ്റിൽ ഒത്തിരി തവണ ചെയ്ത കാര്യങ്ങൾ, ഒരുപാട് പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ അല്ലെ? സെവറൽ ടൈംസ്, ഒരുപാട് പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റില് ഉപയോഗിക്കും. പിന്നെ നാലാമതായിട്ട് പറയണമെങ്കിൽ, നാലാമത്തെ പോയിന്റ് ആക്കി പറയണമെങ്കിൽ പറയാം ഓൾറെഡി. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി, അതായത് പാസ്റ്റില് ഒരു നിശ്ചിത സമയത്ത് ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് ചെയ്ത കാര്യങ്ങളെ സൂചിപ്പിക്കാനും നമ്മൾ എന്ത് ചെയ്യാം? പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. പാസ്റ്റില് ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് ചെയ്ത പ്രവൃത്തികളെ സൂചിപ്പിക്കാനും പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. അപ്പൊ അതിന് ഉദാഹരണമാണ് ഓൾറെഡി എന്നുള്ളത്. ഓക്കെ, ഓൾറെഡി എന്നുള്ള വാക്ക് നമ്മൾ എന്തിലാണ്? പ്രസന്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്,
I have already finished my work. I have already finished my work. ഞാൻ എന്റെ വർക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്തു. അപ്പൊ ഐ ഓൾറെഡി ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. ഐ ഓൾറെഡി ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെ ഹാവ് ഓൾറെഡി, ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ പറഞ്ഞ ഇതാണ് ഓൾറെഡി എന്നുള്ള വാക്കിന്റെ കൂടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ജസ്റ്റ് മുമ്പ് കഴിഞ്ഞ പ്രവൃത്തിയുടെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. പാസ്റ്റിൽ ഒരുപാട് പ്രാവശ്യം ചെയ്ത പ്രവൃത്തിയുടെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, എക്സ്ക്യൂസ് മീ സർ, യെസ്. ഈ ഓൾറെഡി എന്ന വേർഡ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യില്ലേ? അതെ, The train had already gone പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൂടെ ഉപയോഗിക്കും. before we reached the station. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൂടെ ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റിന്റെയും കൂടെ ഉപയോഗിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ചില വേർഡ്സ് രണ്ട് ടെൻസിന്റെ കൂടെ ഉപയോഗിക്കാം. അപ്പൊ അതിന് ഉദാഹരണമാണ് ടുഡേ എന്നുള്ള വാക്ക്. ടുഡേ എന്നുള്ള വാക്ക് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ ഉപയോഗിക്കും. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും ഉപയോഗിക്കാം. അത് ഞാൻ പറഞ്ഞതേ. അതുപോലെ നെവർ എവർ എന്നുള്ള വാക്ക് അത് സിമ്പിൾ പ്രസന്റിന്റെ കൂടെ ഉപയോഗിക്കാം, അതുപോലെ പ്രസന്റ് പെർഫെക്റ്റിന്റെയും കൂടെ ഉപയോഗിക്കാം. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു കേട്ടോ, നോക്കണേ. ഉദാഹരണത്തിന് ഞാൻ കളവ് പറയാറില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഞാൻ കളവ് പറയാറില്ല എന്നുള്ളത് ആർക്കാ പറയാൻ പറ്റുക? I never lie. I never tell lies. I never tell lies. അപ്പൊ അത് ഏത് ടെൻസാന്ന് പറയാൻ പറ്റുമോ? Present tense. Simple I don't Simple like. present. സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, എങ്ങനെ ഇംഗ്ലീഷ് പറയാം? I have never lied in my life. Told. I have never lied. 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 I have never Yeah. told a lie എന്നും പറയാം. I have never told a lie. അപ്പൊ അവിടെ നെവർ എന്നുള്ളത് നോക്കൂ നിങ്ങൾ, രണ്ട് ടെൻസിൽ ഉപയോഗിച്ചില്ലേ എന്നുള്ളത് അല്ലെ? സിമ്പിൾ പ്രസന്റും ഉപയോഗിച്ചു, പ്രസന്റ് പെർഫെക്റ്റും ഉപയോഗിച്ചു. സിമ്പിൾ പ്രസന്റിലും ഉപയോഗിച്ചു, പ്രസന്റ് പെർഫെക്റ്റിലും ഉപയോഗിച്ചു. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു നെവർ എന്നുള്ള വാക്ക് രണ്ടിലും ഉപയോഗിച്ചു. എന്നാല് എന്റെ അമ്മാവൻ ഇന്ന് ഗൾഫിൽ നിന്ന് വരുന്നു എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഇപ്പൊ ഒന്നുകൂടി ഓഫ് ആവുകയെ, നിങ്ങൾ ഒന്നുകൂടി റീസ്റ്റാർട്ട് ഇത് ചെയ്യേണ്ടി വരും, ലോഗിൻ ചെയ്യേണ്ടി വരെ. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ അമ്മാവൻ ഇന്ന് ഗൾഫിൽ നിന്ന് വരുന്നു എങ്ങനെ ഇംഗ്ലീഷ് പറയാം? Today my uncle comes My from. uncle will. മൈ അങ്കിൾ My uncle will. വിൽ കം അല്ല, My uncle അല്ല Comes. arrives today. അറൈസ് പോരാ, അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ തെറ്റാണ്. ഗ്രാമർ ഇതിൽ തെറ്റാണത്. എങ്ങനെ പറയാം? My uncle comes today. പോരാ, അത് തെറ്റാണ്. അത് മൈ അങ്കിൾ കംസ് ടുഡേ എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആയില്ലേ? സിമ്പിൾ പ്രസന്റിൽ ആ സെന്റൻസ് പറയാൻ പാടില്ല. മൈ അങ്കിൾ My ഈസ് uncle കമ്മിങ്. is arriving. മൈ അങ്കിൾ ഈസ് കമ്മിങ്